Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കി എടുക്കാൻ. എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന ചേരുവകൾ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൽ ബ്രെഡോ അതുപോലെ അരിപ്പൊടിയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വട എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 250 ml വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയൊരു കളർ കിട്ടാനായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ചൊന്ന് അധികത്തിൽ നിൽക്കണം, എങ്കിൽ മാത്രമേ റവയിലേക്കും നമ്മൾ പിന്നീട് സവാളയൊക്കെ ചേർക്കുന്നുണ്ട് അതിലേക്കൊക്കെ പിടിക്കാനായിട്ട്, എന്നാൽ ഒരുപാടായി പോകരുത്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അര കപ്പ് റവ എടുക്കുമ്പോഴാണ് 1 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിക്കായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് കുറച്ച് റവയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോഴാണ് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് തണുത്തിട്ട് നമുക്ക് കൈ തൊടാൻ പറ്റിയിട്ടുള്ള ചൂടാവുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് മാത്രമേ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില കൂടി ചോപ്പ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാളയുടെ പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വട ഉണ്ടാക്കിയെടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിട്ടുള്ളത്. കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കൈ നനച്ചിട്ടാണ് ഓരോ വടയും റെഡിയാക്കി എടുക്കുന്നത്. ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് ബോളാക്കിയിട്ട് ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് വിരൽ കൊണ്ട് ഒന്ന് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ ഒന്ന് നനച്ചിട്ട്, വിരലൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് വേണം ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. ഉഴുന്നുവട ഉണ്ടാക്കുന്നത് പോലെ അപ്പോഴപ്പം ചെയ്തിട്ടല്ല ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേഗത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോന്നായിട്ട് ഇതേപോലെ ചെയ്ത് വയ്ക്കാം. ഇതേപോലെ ഒരു പ്ലേറ്റിലേക്കോ വല്ലതും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കുഴിയിട്ട് കൊടുത്താലും മതി. കൈവെള്ളയിൽ തന്നെ വെക്കണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഓയിലിലേക്ക് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരളവിൽ 12 വടയാണ് കിട്ടിയിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. റവയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുള്ളതാണ്. പിന്നെ ഒരുപാട് അങ്ങോട്ട് വേവാനൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിട്ടിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ മാത്രമേ ഇത് ഇളക്കി കൊടുക്കാവൂ. അല്ലെങ്കിൽ ഇത് ഒരു റവയുടെ ഇതുകൊണ്ട് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സ്പൂണിലൊക്കെ ചെയ്യുമ്പോൾ സ്പൂണിലേക്ക് ഒട്ടി പിടിക്കും. അതുകൊണ്ട് ഇട്ട് 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒന്ന് നീക്കിയിട്ട് കൊടുക്കാൻ പാടുള്ളൂ.
ആദ്യം ഇട്ടതെല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഒരു വടയിലേക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയൊന്നുമില്ല. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വടയെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വേഗത്തിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ലൈക്ക് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്